എല്ലാവർക്കും ബോട്ടണിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബോട്ടണിയുടെ 5ാമത്തെ ചാപ്റ്ററാണ്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ബയോടെക്നോളജിക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ യൂസസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ യൂസസ് എന്താണ്? അതിനു മുമ്പാടെ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആകാം, ബാക്ടീരിയ ആകാം, ഫഞ്ചൈ ആകാം, അനിമൽസ് ആകാം. അതിൻ്റെ ജീൻസ് ഒക്കെ എന്താണ്? മാനിപ്പുലേഷൻ വഴി ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ യൂസസ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ടോളറൻസ് എഗെയിൻസ്റ്റ് എബയോട്ടിക് സ്ട്രെസ്സസ്. എബയോട്ടിക് സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ തണുപ്പ്, അതുപോലെ തന്നെ ഡ്രൗട്ട്, സാൾട്ട്, ഹീറ്റ് പോലെയുള്ള എബയോട്ടിക് സ്ട്രെസ്സസിനോട് പ്ലാന്റ്സിനെ കൂടുതൽ ടോളറൻസ് ആക്കുന്നു. അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അതായത് പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കുന്നു. ദെൻ ഹെൽപ്ഡ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. അതായത് നമ്മുടെ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. അതായത് ഈ പ്ലാന്റ്സിനെ കൂടുതലായിട്ട് മിനറൽസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നു. ദെൻ എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്. ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടുന്നു. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസാണ്. ഇതൊക്കെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ. ഇനി ആദ്യം തന്നെ നമുക്ക് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ, അഗ്രികൾച്ചറിലുള്ള ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. അഗ്രികൾച്ചറിൽ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത് BT കോട്ടൺ ആണ്. BT കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? BT ടോക്സിൻ ജീനുള്ള കോട്ടൺ പ്ലാന്റിനെ നമ്മൾ BT കോട്ടൺ എന്ന് വിളിക്കും. അതെന്താണ്? ഒരു ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ജെനിക് പ്ലാന്റ് ആണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇനി നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അതായത് ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ കാണുന്ന ഒരു ബാക്ടീരിയമാണ്. ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസിൻ്റെ ചില സ്ട്രെയിൻസിൽ ടോക്സിക് ആയിട്ടുള്ള വിഷാംശമായിട്ടുള്ള ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ് ഉണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും? കോളിയോപ്റ്റീറൻസ് ആയിട്ടുള്ള ടൊബാക്കോ ബഡ് വോം, ആർമി വോം പോലെയുള്ള ലെപ്റ്റിഡോടീറൻസിനെയൊക്കെ കൊല്ലാൻ പറ്റും. അതുപോലെ തന്നെ കോളിയോപ്റ്റീറൻസ് ആയിട്ടുള്ള ബീറ്റിൽസ്, ഡിപ്റ്റീറൻസ് ഒക്കെ ആയിട്ടുള്ള ഫ്ലൈസ്, മോസ്കിറ്റോസ്, അതിനെയൊക്കെ കൊല്ലാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ BT ടോക്സിൻ കോഡ് ചെയ്യുന്ന ജീനിൻ്റെ പേരാണ് ക്രൈജീൻ. ഈ BT ടോക്സിൻ പ്രോട്ടീൻ ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസിൽ ഒരു ഇനാക്റ്റീവ് പ്രോടോക്സിൻസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാസില്ലസ് തുറിഞ്ചിയൻസിസിന് അതൊരു പ്രശ്നമല്ല. ഇനി ഈ BT ടോക്സിൻ ഉള്ള നമ്മുടെ BT കോട്ടൺ പോലെയുള്ള ചെടികളിൽ ഇൻസെക്റ്റ് വന്നിരുന്ന് ആ ഇനാക്റ്റീവ് ടോക്സിൻ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഓർഗാനിസത്തിന്, ആ ഇൻസെക്റ്റിൻ്റെ ഗട്ടിലെത്തുമ്പോൾ ആ ടോക്സിൻ ആക്റ്റീവായി മാറും. ആ ഗട്ടിലുള്ള ആൽക്കലൈൻ pH ആ ക്രിസ്റ്റൽസിനെ സൊലുബിലൈസ് ചെയ്ത് ആ ടോക്സിൻ അതിൻ്റെ ഗട്ടിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ആക്റ്റീവായിട്ട് മാറുന്നു. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത ടോക്സിൻ ആ ഇൻസെക്റ്റിൻ്റെ മിഡ് ഗട്ടിലെ എപ്പിത്തീലിയൽ സെൽസിൻ്റെ സർഫസിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. ഇൻസെക്റ്റിൻ്റെ ആ ഗട്ട്, ആ വയറിൻ്റെ പോർഷൻസ് നടുക്കിൽ പോയി അത് ആ സർഫസിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? പോറുകൾ, കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ സെല്ലൊക്കെ സ്വെല്ല് ചെയ്ത് വരും. അതായത് സെല്ലൊക്കെ വീർത്ത് വരും. അതുപോലെ തന്നെ ലൈസിസ്, സെല്ലൊക്കെ പൊട്ടി പൊട്ടി പോകും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇൻസെക്റ്റ് എന്ത് ചെയ്യുന്നു? മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഡെഡായി പോകുന്നു. ഇൻസെക്റ്റിൻ്റെ ഡെത്തിന് കാരണമാകുന്നു അത്.
BT toxin genes were isolated from Bacillus thuringiensis and incorporated into several crop plants such as cotton. അതായത് ഈ BT ടോക്സിൻ ജീൻസ് ബാസിലസ് തുറിഞ്ചെൻസിസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് അത് കുറേ പ്ലാന്റ്സ്, കോട്ടൺ പോലുള്ള കുറേ പ്ലാന്റ്സിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസെക്റ്റ് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. അതായത് ഇൻസെക്റ്റിൻ്റെ ഗ്രൂപ്പിന് പ്രത്യേക തരം, ഇപ്പോൾ ബോൾ വോംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ക്രൈ 1AC-യും ക്രൈ 2AB-യും കൂടെ ആ പ്രോട്ടീൻസ് എൻകോഡ് ചെയ്താൽ മതി. ഇനി കോൺ ബോററിനെ തടയാനായിട്ട് ക്രൈ 1AB മാത്രം മതി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇൻസെക്റ്റ് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഇത്. ഇനി നെക്സ്റ്റ് വൺ, ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ മെഡിസിനിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസുലിൻ എന്താണ്, നമ്മളെല്ലാവരും ഇൻസുലിൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഷുഗറൊക്കെ വരുമ്പോൾ, അതായത് ഡയബറ്റീസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ സാധാരണയായിട്ട് നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നത്. ആദ്യകാലത്ത് ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരുന്നത് ഈ പന്നികളുടെയൊക്കെ പാൻക്രിയാസിൽ നിന്നായിരുന്നു. പക്ഷേ അത് പിന്നീട് ചില ആൾക്കാർക്കൊക്കെ അലർജി ഉണ്ടാക്കാൻ കാരണമായി. അതിൻ്റെ ഫലമായിട്ട് ഈക്കോളയിൽ നിന്ന്, ബാക്ടീരിയ ആയിട്ടുള്ള ഈക്കോളയിൽ നിന്ന് നമ്മൾ ഈക്കോളയിൽ നിന്ന് നമ്മൾ ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. അവിടെ എന്താണ്, ഈക്കോളെ ഒരു ഹോസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ. ഇൻസുലിനിൽ 2 ചെറിയ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണുള്ളത്, ചെയിൻ എയും ചെയിൻ ബിയും. അതിനെ പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ്. മാമൽസിൽ, അതായത് ഹ്യൂമൻ ബീങ്സ് ഉൾപ്പെടുന്ന മാമൽസിൽ ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത് ഒരു പ്രോ ഹോർമോണായിട്ടാണ്. അവിടെ ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ഉണ്ട്, അതിനെ നമ്മൾ സി പെപ്റ്റൈഡ് എന്ന് പറയും. ആ എക്സ്ട്രാ സ്ട്രെച്ചിനെ നമ്മൾ സി പെപ്റ്റൈഡ് എന്ന് പറയും. ഈ സി പെപ്റ്റൈഡ് മെച്വർ ഇൻസുലിനിൽ പ്രസൻ്റ് അല്ലായിരിക്കും. അതെന്താണ്, ഇൻസുലിൻ്റെ മെച്യൂറേഷൻ്റെ സമയത്ത് അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ 1983 എലി ലില്ലി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനി 2 DNA സീക്വൻസസ്, അതായത് ഹ്യൂമൻ ഇൻസുലിൻ്റെ AB ചെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 DNA സീക്വൻസസ് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് അത് ഈക്കോളയുടെ പ്ലാസ്മിഡ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻസുലിൻ ചെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയിൻ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്തു ബൈ ക്രിയേറ്റിംഗ് ഡൈസൾഫൈഡ് ബോണ്ട്സ് ഫ്രം ഹ്യൂമൻ ഇൻസുലിൻ നിന്ന് ഡൈസൾഫൈഡ് ബോണ്ട് എടുത്തിട്ട് ചെയിൻ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ ആ ബോണ്ട് വെച്ച് കണക്ട് ചെയ്യുന്നു. അതാണ് ഇമേജിൽ കാണുന്നത്. അവിടെ ഒരു പ്രോ ഇൻസുലിൻ, അവിടെ എ പെപ്റ്റൈഡ്, അഡിനോസിൻ പെപ്റ്റൈഡ് വെച്ചിട്ട് ആ ഇൻസുലിൻ, ബി പെപ്റ്റൈഡ്, ഫ്രീ സി പെപ്റ്റൈഡ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു, ഇൻസുലിൻ ഉണ്ടാക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ആണ്. ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു എംബ്രയോയിൽ നമ്മൾ തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്ത ഒരു ഡിഫക്റ്റ് ആയിട്ടുള്ള ജീൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്, കളക്ഷൻ ഓഫ് മെത്തേഡ്സിനാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഫങ്ഷണൽ ജീൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു പേഷ്യൻ്റ് സെൽ ടു ട്രീറ്റ് ഹെറിഡിറ്റി ഡിസീസ്. അതായത് നമ്മൾ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻസിനെ ഈ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ സെല്ലിൻ്റെ ഉള്ളിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇറ്റ് കോമ്പൻസേറ്റ് ഫോർ ദ നോൺ ഫങ്ഷണൽ ജീൻ. അതെന്ത് ചെയ്യുന്നു, അവിടെ ഫങ്ഷൻ ചെയ്യാത്ത ആ ജീനിനെ കോമ്പൻസേറ്റ് ചെയ്തു, അത് അവിടെ ഫങ്ഷൻ ചെയ്യുന്നു. The first clinical gene therapy was given in 1990 to a 4-year-old girl with adenosine deaminase deficiency. അതായത് ആദ്യത്തെ ക്ലിനിക്കലായിട്ടുള്ള ജീൻ തെറാപ്പി നൽകിയത് അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി ഉള്ള ഒരു 4 വയസ്സുള്ള പെൺകുട്ടിയിലായിരുന്നു. അത് ചെയ്തത് 1990-ലാണ്.
ദിസ് എൻസൈം ഈസ് ക്രൂഷ്യൽ ഫോർ ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫങ്ഷൻ. അതായത് ഈ അഡിനോസിൻ ഡീഅമിനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എൻസൈം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് ഈ എൻസൈം വളരെ ക്രൂഷ്യലാണ്. ദെൻ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ലിംഫോസൈറ്റ് ഫ്രം ദ ബ്ലഡ് ഓഫ് ദ പേഷ്യൻ്റ് ആർ ഗ്രോൺ ഇൻ എ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി. അതായത് ഈ പേഷ്യൻറ്റിൻ്റെ രക്തത്തിലെ ലിംഫോസൈറ്റിനെ ആ ബോഡിക്ക് പുറത്തൊരു കൾച്ചറിൽ വളർത്തുന്നു. എ ഫങ്ഷണൽ ADA അഡിനോസിൻ ഡി അമിനേസ് cDNA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദീസ് ലിംഫോസൈറ്റ്സ് യൂസിങ് എ റിട്രോവൈറൽ വെക്ടർ. ഒരു റിട്രോവൈറൽ വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ ലിംഫോസൈറ്റിലേക്ക് ADA cDNA ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ADA cDNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പേഷ്യൻസിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ലിംഫോസൈറ്റ്സ് ആർ നോട്ട് ഇമ്മോർട്ടൽ. ലിംഫോസൈറ്റ്സ് എന്താണ്, ഇമ്മോർട്ടൽ അല്ല, അതായത് മരിച്ചു പോയില്ല, അത് എലൈവ് ആയിരിക്കും. സോ പീരിയോഡിക് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നെസസറി. അതുകൊണ്ട് എന്താണ്, പീരിയോഡിക് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇഫ് ദ ജീൻ ഐസൊലേറ്റ് ഫ്രം മാരോ സെൽസ് പ്രൊഡ്യൂസിങ് ADNA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു സെൽസ് അറ്റ് ഏർലി എംബ്രയോജനിക് സ്റ്റേജസ് ഇറ്റ് കുഡ് ബി എ പെർമനൻറ്റ് ക്യൂർ. അതായത് നമ്മൾ എംബ്രിയോണിക് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഈ മാരോ സെൽസ്, അതായത് ബോൺ മാരോ സെൽസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ADNA നമ്മൾ ആ ബോൺ മാരോ സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്ത ADNA ജീൻസൊക്കെ ഐസോലേറ്റ് ചെയ്ത് നമ്മൾ ഏർലി എംബ്രിയോണിക് സ്റ്റേജസിലുള്ള സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യൂർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ തന്നെ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ദെൻ പക്ഷെ അവിടെ ഒരു കംപ്ലീറ്റ് രോഗം സുഖപ്രദമാവുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചാൻസ് ഇല്ല. ദീസ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ്. ഒരു കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല ഇത്. ദെൻ there are so many previous questions and answers. Let's go through it. Thank you.